എങ്കിൽ ആ രഹസ്യം അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കും മനുഷ്യ. ആദ്യം ശരത്തിന് പറയാനുള്ളത് പറ, അത് കഴിഞ്ഞ് തീരുമാനിക്കാൻ കെട്ട് നടത്തണോ വേണ്ടയോന്ന്. പ്രേമേച്ചി പറഞ്ഞത് അതിന്റെ ശരി. ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇത്രയും ആധികാരികമായ ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയുമ്പോ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോന്ന് നോക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി. ഇവ മനഃപൂർവ്വം പറയുന്നത് ഇതൊക്കെ എന്റെ ദേവികമ്മയുടെ ജീവിതം തകർക്കണം, അതാ ഇവന്റെ ലക്ഷ്യം. അതെങ്ങനെയാ ഇവൻ പറയുന്ന വിവരം കേൾക്കാതെ നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ വെപ്രാളം കണ്ട തോന്നുമല്ലോ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന്. ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കേ. എനിക്കൊന്നും ഒളിക്കാനില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നേ. ഞാൻ വേണേ എല്ലാവരുടെയും കാല് പിടിക്കാം. ദയവീത് ഇവനെ ആരും വിശ്വസിക്കരുത്. അത് നിങ്ങൾ പറയരുത്. ശരത്ത് നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനെ സ്വന്തം വീട്ടിൽ കയറ്റി ആരെങ്കിലും താമസിപ്പിക്കുവോ? എന്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങളുടെ മകളും ഇയാളും തമ്മിലുള്ള കല്യാണം വരെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയല്ലേ? അങ്ങനെ ഒരാള് വെറുതെ എന്തെങ്കിലും പറയുമെന്ന് വിശ്വസിക്കാൻ മാത്രമേ അത്ര മണ്ടന്മാരും ഒന്നും അല്ല നമ്മള്. അച്ഛൻ വിഷമിക്കണ്ട. ശരത്തിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയട്ടെ. അത് കേട്ടിട്ട് മതി ഇനി കല്യാണം. ആ പറഞ്ഞത് ന്യായം. മനോഹരന് ബുദ്ധിയില്ലെങ്കിലും ദേവികയ്ക്കുണ്ട്. അല്ലെങ്കിലും ഒരു സംശയം നിലനിൽക്കുമ്പോ കല്യാണം കഴിക്കുന്നത് ശരിയല്ല. ജീവിതകാലം മുഴുവൻ ആ സംശയം അതുപോലെ നിൽക്കും. മോനെ ശരത്തെ, ഇനി നീ ധൈര്യമായിട്ട് പറഞ്ഞു, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ. നീ പറയുന്നൊക്കെ കൊള്ളാം, പക്ഷെ നീ പറയുന്ന സത്യമല്ലെങ്കിൽ ഈ മണ്ഡപത്തിൽ ഒരു കൊലപാതകം നടക്കും. നിന്നെ ഞാൻ കൊല്ലും. സത്യമാണെങ്കിലോ? നിനക്ക് എന്നെ കൊല്ലാടാ. സത്യമല്ലാത്ത ഒന്നും ഞാൻ പറയില്ല ചാ. ദേവിയേട്ടത്തിക്ക് നല്ലത് പറഞ്ഞെന്നാണ് എനിക്കും. ഞാൻ സത്യമേ പറയൂ, സത്യം മാത്രമേ ചെയ്യൂ. ഞാൻ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ നോക്കുന്നതാണല്ലോ അച്ഛൻ പറയുന്നത്. മനഃപൂർവ്വമാണോ അല്ലയോന്ന് ഇപ്പൊ അറിയാം. പറയട്ടെ, ഞാൻ അറിഞ്ഞ രഹസ്യം പറയട്ടെ. ശരത്ത് നീ പറ, ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? സുധിയേട്ടൻ എങ്ങനെയാ മരിച്ചേ? ചോദിച്ച കേട്ടില്ലേ എങ്ങനെയാ മരിച്ചതെന്ന്? വാഹനാപകടത്തിൽ. അതായത് അജ്ഞാതമായ ഒരു വാഹനം ഇടിച്ച്. അതെ. അതിന് കാരണം ഒരു കാറായിരുന്നില്ലേ? ആ കാർ ഏതാണെന്ന് കണ്ടെത്തിയോ? ഇല്ല. എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ഞങ്ങൾ ശ്രമിച്ചതാ, കഴിഞ്ഞില്ല. ആ, നടു റോഡിൽ ഒരപകടമുണ്ടാക്കി കടന്നു കളഞ്ഞ ആ കാർ ഓടിച്ചവൻ എന്തായാലും ഒരു മനുഷ്യനായിരിക്കത്തില്ല, മൃഗമായിരിക്കും. അല്പമെങ്കിലും മനുഷ്യത്വമുള്ളവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണ്. അന്നത്തെ ആ പരിഭ്രമം കൊണ്ട് നിർത്താതെ ഓടിച്ചുപോയി. അത് മനസ്സിലാക്കാം. എന്തുകൊണ്ട് പിറ്റേന്ന് അയാള് നിങ്ങളെ തേടി വന്നില്ല?
എന്നിട്ട് സത്യം മുഴുവനും തുറന്നു പറഞ്ഞില്ല. അതിനർത്ഥം ആ അപകടത്തില് അയാൾക്കൊരു തരി പോലും കുറ്റബോധമില്ലെന്നല്ലേ? അന്ന് ആ കാർ ഓടിച്ചതാരാണെന്ന് എനിക്കറിയാം. ആരാ അത് ചെയ്ത്? എനിക്കറിയണത് ആരാണെന്ന്. പേര് ഞാൻ പറയാം, പക്ഷേ അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും കൂടി പറഞ്ഞാലേ ഞാനത് വെളിപ്പെടുത്തു. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആ മനുഷ്യനെ. അയാൾ ഇല്ലാതാക്കിയത് എന്റെ മാത്രം ജീവിത. എന്നെങ്കിലും ഒരിക്കലും അയാളെ നേരിട്ട് കണ്ട അയാളെ കൊന്നുകളയണമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൊണ്ടു നിർത്താൻ മുന്നില് ഒന്ന് കാണിച്ചു തരാവോ? വേറെ ആരും അല്ല അത്. ദേ നിൽക്കുന്നു കൊലയാളി, ഡോക്ടർ നിരഞ്ജൻ. ഇയാളാ അന്ന് കാർ ഓടിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആരാന്നറിയോ? ഇയാളുടെ പ്രിയ പത്നി അക്ഷര. എന്താ ആർക്കും വിശ്വാസം വരുന്നില്ലേ? അല്ലേ ചോദിച്ചു നോക്ക്, സത്യം എന്താണെന്ന് ഇവരിപ്പ പറയും.